സംസ്ഥാനത്തെ കോൺഗ്രസിനുള്ളിൽ കഴിഞ്ഞൊരു മാസത്തിനുള്ളിലുണ്ടായ പ്രധാന മാറ്റമാണ് കെ.സി. വേണുഗോപാലിന്റെ ചുവട് മാറ്റം. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട സമയമായിട്ട് പോലും കെ.സി. കേരളത്തിൽ വട്ടം ചുറ്റുകയാണ്. ഇതോടെ മുഖ്യമന്ത്രി കസേരയാണ് ലക്ഷ്യമെന്ന് കിംവദന്തികളും പാർട്ടിക്ക് പുറത്ത് ഉയരുന്നുണ്ട്. ഇതോടെ സത്യത്തിൽ പെട്ടുപോയത് വി.ഡി. സതീശനാണ്. പ്രതിപക്ഷ നേതാവായി 4.5 വർഷം കോൺഗ്രസിന് നയിച്ച സതീശന്റെ കൈവെള്ളയിൽ എത്തിയ മുഖ്യമന്ത്രി പദവിയാണ് ഇപ്പോൾ തുലാസിലായി നിൽക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറിൽ മാധ്യമങ്ങളെ കണ്ട സതീശന്റെ മുഖത്ത് ആ നിരാശ പ്രകടമായിരുന്നു. ഈ സമയത്താണ് ആസ്ഥാനത്ത് ആ ചോദ്യം സതീശനെ തേടിയെത്തിയത്. കെ.സി. വേണുഗോപാൽ കേരളത്തിൽ ഇപ്പോൾ സജീവമാണല്ലോ എന്ന്. തൊട്ടു പിന്നാലെ സതീശന്റെ മുഖത്ത് ദേഷ്യം ഇരച്ചെത്തി. പൊട്ടിത്തെറിയുടെ വക്കിൽ നിന്നാണ് സതീശൻ പ്രതികരിച്ചത്. എന്തോ പറയാൻ വന്നതിന് ശേഷം വിഴുങ്ങിയ സതീശൻ ചോദ്യത്തിനോട് പ്രതികരിച്ചത് ആകാശത്തേക്ക് വിരൽ ചൂണ്ടിയാണ്. റെഡ് അലേർട്ട് ഉണ്ടെന്നായിരുന്നു ആദ്യ മറുപടി. പിന്നാലെ മുഖത്ത് ചിരി വരുത്തി മാധ്യമപ്രവർത്തകരെ വകഞ്ഞു മാറ്റി സതീശൻ മുന്നോട്ട് തന്നെ കുതിച്ചു. ആ വീഡിയോ പ്രേക്ഷകർക്കായി ഇവിടെ ചേർക്കുന്നുണ്ട്. ഒന്ന് കണ്ടു നോക്കാം. അത് അവരൊരു അവിടുത്തെ ഒരു ഘടകകക്ഷിയാണ് അല്ലേ, അവർക്ക് അതിൻ്റെതായ ഒരു വിശ്വാസ്യതയുണ്ട്. ഞങ്ങൾ അതിനൊന്നും ചോദ്യം ചെയ്യുന്നില്ല. അത് വരുമ്പോ ആലോചിക്കാം. ഞാനൊന്നും പറയില്ല. അല്ലല്ല, ഞങ്ങളൊന്നും പറയില്ല. ഞങ്ങൾ ഒരാളുമായിട്ട് ചർച്ചയില്ല. ഞങ്ങൾ ഒരാളുമായിട്ടും LDF-ലെ ഒരു ഘടക കക്ഷികളുമായിട്ട് ഞങ്ങൾ ചർച്ചയില്ല. ഇപ്പൊ ചർച്ച ചെയ്തിട്ടില്ല. ചെയ്ത് തീരുമാനം എടുത്തിട്ട് നിങ്ങളെ അറിയിക്കാം ചെയ്യണ സമയത്ത്. ഇപ്പൊ ഇപ്പൊ ഒന്നും പറയാനില്ല. ഇപ്പൊ അല്ലാതെ ഇഷ്ടംപോലെ ആളുകൾ നിൽക്കുവാണ്. ഞങ്ങള് അത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. UDF ചേരാൻ NDA-യിലെ ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ള ഇഷ്ടംപോലെ ആളുകൾ, LDF-ലെ ചില കക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകൾ UDF-ൽ ചേരാൻ നിൽക്കുക. ഞങ്ങൾ അതെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാ. അതിനൊന്നും ഞാൻ മറുപടി പറയില്ല. അതൊക്കെ KPC പ്രസിഡന്റ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൃത്യമായിട്ടും പറഞ്ഞു. സംഘടനാപരമായ കാര്യങ്ങളൊന്നും ഞാൻ മറുപടി പറയില്ല. അത് KPCC പ്രസിഡന്റ് നിങ്ങളെ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അദ്ദേഹം പറയും. വേറെ വല്ലതും ഉണ്ടോ? അല്ല, കേന്ദ്ര സർക്കാരിന്റെ പണമല്ലേ, കളയണ്ട. പക്ഷേ BJP-യുടെ വർഗീയ രാഷ്ട്രീയം, RSS രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുന്ന നിബന്ധനകൾ സ്വീകരിക്കാൻ പാടില്ല. കാശ് നമ്മുടെയും കൂടി പൈസ അല്ലേ, നമ്മളും കൂടി നികുതി കൊടുത്തല്ലേ. ഈ GST-യുടെ പകുതി കേന്ദ്രം മേടിക്കുന്ന വേറെ ഇന്ന് നല്ല റെഡ് അലർട്ട് എന്ന് പറയുന്നത് അല്ലേ. നോക്കണം, മഴ പെയ്യുമെന്ന് നോക്കാം.